ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ അപൂർവവും വ്യത്യസ്തതയുമുള്ള ഒരു ജീവിയെക്കുറിച്ചാണ്. ഒരു ചെറിയ ഡ്രാഗൺ പോലെ തോന്നിപ്പിക്കുന്ന രൂപം, കണ്ണിനു ചുറ്റും തിളങ്ങുന്ന ചുവപ്പ് വട്ടം, മനോഹരമായ രൂപം. അതെ, റെഡ് ഐഡ് ക്രൊക്കഡൈൽ സ്കിങ്ക്. വളരെ റെയറായ കാം ആൻഡ് സ്പെഷ്യൽ കെയർ ആവശ്യമായ ഒരു എക്സോട്ടിക് പെറ്റ്. ഇന്നത്തെ വീഡിയോയിലൂടെ റെഡ് ഐഡ് ക്രൊക്കഡൈൽ സ്കിങ്കിനെ കുറിച്ച് കൂടുതൽ അറിയാം. റെഡ് ഐഡ് ക്രൊക്കഡൈൽ സ്കിങ്ക്. ഇവയെ കാണുമ്പോൾ ഒരു മിനി ക്രൊക്കഡൈലിനെ പോലെയാണ് തോന്നുക. ട്രൈബലോനോട്ടസ് ഗ്രേസിലിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ന്യൂ ഗിനിയയാണ് ഇവയുടെ ജന്മദേശം. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളാണ് ഇവയുടെ പ്രകൃതിദത്ത വാസസ്ഥലം. അവിടെയുള്ള ഇലകളുടെ കൂമ്പാരത്തിലാണ് ഇവ സാധാരണയായി താമസിക്കുന്നത്. ഇവയ്ക്ക് തറയിൽ താമസിക്കാനാണ് ഇഷ്ടം. അതിനാൽ ഇവയെ ഗ്രൗണ്ട് ഡ്വെല്ലേഴ്സ് എന്നും വിളിക്കപ്പെടുന്നു. ഇലകൾ, മരച്ചില്ലകൾ, കയറ്റങ്ങൾ ഇവയ്ക്ക് കീഴിൽ ഒളിച്ചു കഴിയാനാണ് ഇവയ്ക്കിഷ്ടം. റെഡ് ഐഡ് ക്രൊക്കഡൈൽ സ്കിങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ കണ്ണിന് ചുറ്റുമുള്ള തിളങ്ങുന്ന ചുവന്ന വട്ടമാണ്. അതാണ് ഇവയുടെ പേരിന് കാരണം. ഇവയുടെ തൊലി സാധാരണയായി കറുപ്പ് അല്ലെങ്കിൽ കറുത്തതോടൊപ്പം തവിട്ടു നിറം കലർന്നതായിരിക്കും. പുറംഭാഗത്തായി ക്രൊക്കഡൈലിനെ പോലെ സ്പൈനി സ്കെയിൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കൊരു ക്രൊക്കഡൈൽ ലുക്ക് വരുന്നു. ഇവയുടെ വാല് നീണ്ടതും വളരെ കട്ടിയുള്ളതുമാണ്. ചെറിയ വലിപ്പമാണ് ഇവയ്ക്ക്. ഏകദേശം 7 ഇഞ്ച് മുതൽ 9 ഇഞ്ച് വരെയാണ് ഇവയുടെ നീളം. 30 മുതൽ 45 ഗ്രാം വരെ മാത്രമാണ് ഇവയുടെ ഭാരം. ഇവ നോക്ടോർണൽ ക്രിയേച്ചേഴ്സ് ആണ്. അതായത് കൂടുതലും രാത്രി കാലങ്ങളിലാണ് ആക്റ്റീവായിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇവ സാധാരണ ഒളിച്ചിരിക്കും. വളരെ ഷൈ ആയിട്ടുള്ളവരാണിവർ. അതിനാൽ തന്നെ ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ ഇവ വളരെ സ്ട്രെസ്ഡ് ആവും. ഇവ പേടിക്കുമ്പോൾ ഒരുപാട് സമയം മരിച്ചതുപോലെ ആക്ടിങ് ചെയ്യും. ഇതിനെ ബയോളജിയിൽ ഥാനറ്റോസിസ് എന്നാണ് പറയുന്നത്. അതായത് അപകടം അനുഭവപ്പെടുമ്പോൾ ശരീരം ശാന്തമായി നിലനിർത്തുന്നു. മുഴുവൻ മൂവ്മെൻറ്റുകളും സ്റ്റോപ്പ് ചെയ്ത് ആക്രമികളെ ഫൂൾ ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. ഇവ ഒരു സോൾറ്ററി ആനിമലാണ്. അതായത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒന്നിലധികം സ്കിങ്കുകൾ
ഒരേ ടാങ്കിൽ വയ്ക്കുന്നത് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റിന് സാധ്യതയുണ്ടാക്കും. ഇവയുടെ കൂടുകൾ അല്ലെങ്കിൽ എൻക്ലോഷർ തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുറഞ്ഞത് 20 ഗാലൺ ഉൾക്കൊള്ളുന്ന ടാങ്ക് ആവശ്യമാണ്. ഇവയ്ക്ക് ആക്റ്റീവ് ക്ലൈംബിംഗ് കുറവായതിനാൽ വലിയ ഉയരത്തിൻ്റെ ആവശ്യം വേണ്ടതില്ല. പക്ഷേ ഹൊറിസോണ്ടൽ സ്പേസ് അഥവാ തറവശം നീളമുള്ള ടാങ്ക് ഇവയുടെ ചലനത്തിനും വിശ്രമത്തിനും നല്ലതാണ്. എന്നാൽ ഹ്യൂമിഡിറ്റി സപ്പോർട്ട് നിർബന്ധമാണ്. കോക്കനട്ട് ഫൈബർ, ഇക്കോ എർത്ത്, സ്പഗ്നം മോസ് എന്നിവ മോയ്സ്ചർ നിലനിർത്താനായി തറയിലിടാം. ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ സെറ്റ് ചെയ്യണം. ഹ്യൂമിഡിറ്റി 70%-നും 90%-നും ഇടയിൽ നിലനിർത്താം. കൂടുകളിൽ ഡെയിലി മിസ്റ്റിംഗ് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം ഇവയ്ക്ക് സ്കിൻ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഹൈഡ് സ്പോട്ടുകൾ, ബ്രാഞ്ചസ് എന്നിവ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ലീഫ് ലിറ്റർ അതായത് ഉണങ്ങിയ ഇലകളിടുന്നത് ഇവയുടെ സ്കിൻ സംരക്ഷിക്കാനും ഇവയ്ക്ക് നാച്ചുറൽ ഹാബിറ്ററ്റ് പോലെ ഫീൽ നൽകാനും ഹ്യൂമിഡിറ്റി നിലനിർത്താനും സാധിക്കും. കൂടുകൾ എസ്കേപ്പ് പ്രൂഫ് ആണെന്ന് ഉറപ്പിക്കണം. റെഡ് ഐ ക്രൊക്കഡൈൽസ് കിങ് ഇൻസെക്ടിവേഴ്സ് ആണ്. അതായത് ഇവയുടെ ഡയറ്റിൽ കൂടുതലായും ക്രിക്കറ്റ്സ്, ഡെബിയാറോഷസ്, മീൽ വർംസ് തുടങ്ങിയവ ഉൾപ്പെടും. ഇവയുടെ ഭക്ഷണത്തോടൊപ്പം കാൽഷ്യം പൗഡർ ടെസ്റ്റ് ചെയ്ത് നൽകുന്നത് ബോൺ ഹെൽത്തിന് നല്ലതാണ്. എല്ലാ 2 അല്ലെങ്കിൽ 3 ദിവസത്തിലും ഭക്ഷണം നൽകാം. ഫ്രഷ് വാട്ടർ കൂടുകളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. റെഡ് ഐഡ് ക്രൊക്കഡൈൽസ് കിങ്ങുകൾ ഫ്രീക്വൻറ്റ് ഹാൻഡിലിങ്ങിന് പറ്റിയ പെറ്റുകളല്ല. ഇവയ്ക്ക് പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ എടുക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആൻഡ് ജെന്റിലായി കൈകാര്യം ചെയ്യണം. ഇവയ്ക്ക് ടെയിൽ ഡ്രോപ്പ് ഫിനോമിനൻ ഇല്ലെങ്കിലും പ്രൊലോങ്ഡ് സ്ട്രെസ് അതായത് നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദം ഒരു സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ആയി മാറാം. ഓവർ ഹാൻഡ്ലിംഗ്, ഹൈ നോയിസ് ലെവൽസ്, റോങ് ടെമ്പറേച്ചർ തുടങ്ങിയവയെല്ലാം സ്കിങ്ങിനെ സ്ട്രെസ്ഡ് ആക്കും. ഇവ ഒരു വാച്ച് ആൻഡ് എൻജോയ് പെറ്റ് മാത്രമാണ്. എല്ലാ റെപ്റ്റൈലുകളെയും പോലെ തന്നെ ക്രൊക്കഡൈൽ കിങ്ങുകളും സ്കിൻ ഷെഡ് ചെയ്യും. ഹൈ ഹ്യൂമിഡിറ്റി സ്മൂത്തായി സ്കിൻ ഷെഡ് ചെയ്യാൻ സഹായിക്കും. അല്ലാത്ത പക്ഷം സ്കിൻ പ്രോപ്പറായി ഷെഡ് ചെയ്യാൻ കഴിയാതെ വരികയോ ഐ ക്യാപ്സ് പോലുള്ള അസുഖങ്ങൾ വരികയോ ചെയ്യാം. ക്യാപ്റ്റിവിറ്റിയിൽ ഇവയെ ബ്രീഡിംഗ് ചെയ്യാം, പക്ഷേ എക്സ്പീരിയൻസ് ആവശ്യമാണ്. സാധാരണയായി ഫീമെയിൽ സ്കിൻ ഒരു തവണ ഒരു എഗ് ഇടും. ഇവ മുട്ടകൾ ബാർക്കിനടിയിലോ സോഫ്റ്റായ മണ്ണിനടിയിലോ കുഴിച്ചിടും.
60 മുതൽ 70 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ്. പെൺ സ്കിങ്കുകൾ മുട്ടകൾക്ക് കാവലിരിക്കും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ചെറിയ എൻക്ലോഷർ ഒരുക്കാം. ഒരിക്കലും ഇവയെ ഡ്രൈ ആക്കി വെക്കരുത്. ഹീറ്റ് ലാമ്പ് ഡയറക്റ്റായി ഉപയോഗിക്കാൻ പാടില്ല. ടാങ്കിനടിയിലായി ഹീറ്റ് ലാമ്പ് സെറ്റ് ചെയ്യാം. ക്യാപ്റ്റീവ് ബ്രീഡായ സ്കിങ്കുകൾ വൈൽഡിൽ ജീവിക്കുന്നവയേക്കാൾ ഹെൽത്തിയായും ലോങ് ആയും ജീവിക്കും. ക്യാപ്റ്റീവ് കെയറിൽ 10 മുതൽ 12 വർഷം വരെ ഇവ ജീവിക്കും. പക്ഷേ പ്രോപ്പർ കെയർ നിർബന്ധമാണ്. റെഡ് ഐഡ് ക്രൊക്കഡൈൽ കിങ്സ് ഒരു എക്സോട്ടിക് സ്പീഷീസ് ആണ്. ഇവ ഇന്ത്യയിലെ ജീവികളല്ല. അതിനാൽ ഇവ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പെടുന്നവയല്ല. പക്ഷേ ഇന്ത്യയിൽ വളർത്താൻ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ നിർബന്ധമാണ്. റെഡ് ഐഡ് ക്രൊക്കഡൈൽ കിങ്ങിന് കുറച്ച് ഫിയർഫുൾ ലുക്ക് ഉണ്ടെങ്കിലും ഇവ വളരെ ഷൈ ആയ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയ എക്സോട്ടിക് പെറ്റാണ്. ലോ ആക്ടിവിറ്റി, ലോ മെയിൻ്റനൻസ് എന്നിവയാണ് ഇവയുടെ പ്രത്യേകത. ഹൈ ഹ്യൂമിഡിറ്റിയും പ്രോപ്പർ ടാങ്ക് സെറ്റപ്പും ഇവയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാൻഡ്ലിംഗ് കുറയ്ക്കണം, കാരണം ഇവ ഒരു ഡിസ്പ്ലേ പെറ്റ് മാത്രമാണ്. ഇനിയും ഇത്തരത്തിൽ എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.